welcome back to our channel Athena's Enclave. ഇന്ന് നമുക്കൊരു കിടിലൻ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളകുപൊടി, നല്ല എരിവുള്ള മുളകുപൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ വിനാഗിരി, 1 സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ലെമൺ ജ്യൂസ് ഒഴിക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായി അത് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അതിലൊന്ന് ഒരു ഭാഗത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ മിക്സ് നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഞാൻ ഫ്രിഡ്ജിലൊരു 4 മുതൽ 5 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഇതിൽ കട്ട് ചെയ്യുന്ന പോലെ അമർത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ യോജിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കിതിൻ്റെ സൈഡ് മുറിച്ചതുണ്ടല്ലോ, ആ മുറിച്ച ഭാഗം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് കിട്ടും. ആ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക, അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ മുക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും നമുക്ക് ആദ്യം മുട്ടയിലൊന്ന് കോട്ട് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം. ദെൻ നമുക്കിനി ഇത് എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കാം. 2 സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ച് എടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടി നന്നായി മൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്ത് ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട. അത്യാവശ്യം ജസ്റ്റ് അതിലൊന്ന് ഒരു എണ്ണ ഉണ്ടെന്ന് തോന്നാനുള്ള മാതിരി ജസ്റ്റ് ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആ തവയിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം, ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ദെൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പൈസി ഷവർമയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് ഗ്രില്ലായി കിട്ടും. തവയിലായതുകൊണ്ട് 1 സ്പൂൺ ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്, അല്ലാതെ നമ്മളിതിൽ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നന്നായി ചെറിയ ചെറിയ പീസസ് ആയിട്ട് സാധാരണ ഷവർമയ്ക്ക് കിട്ടുന്ന പോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പോക്കറ്റ് ഷവർമ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരേ അളവിൽ ചെറുതാക്കി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ, ഗ്രില്ല് ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 സ്പൂൺ തൂം, നമ്മുടെ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഒരു 3 സ്പൂണോളം മയോണൈസും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. തൂമിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് മാത്രം കത്തി കൊണ്ട് പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഈ കാണുന്ന പോലെ. എന്നിട്ട് ഈ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡ്സും പൊരിച്ചെടുത്ത എല്ലാ ബ്രെഡ്സും ചെയ്തെടുക്കാം. ഇതേ ഒരു ഫില്ലിങ് തന്നെ നമ്മൾ കുബൂസിൽ കുറച്ചുകൂടെ മയോണൈസും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റും സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ നമ്മുടെ ഷവർമയായി. അപ്പോൾ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പോക്കറ്റ് ഷവർമ. വളരെ സിമ്പിളുമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.